ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കുറേ ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിന്ന് മീൻ അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. ചൂര മീനാണേ. അപ്പോൾ ഞാനത് നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗറൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായി മസാല പുരട്ടി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ട്രിപ്പ് ആയി കേട്ടോ, ഫ്രൈ ചെയ്തിട്ട് കണ്ടില്ലേ, ഈ സൈഡ് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു അടികട്ടിയുള്ള പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണയോ എന്ത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തേ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്, ചതച്ചതല്ല കേട്ടോ. ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറിൽ വരണേ. നന്നായി അത്യാവശ്യം ഒന്ന് വെന്ത് വരണം, ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്ത് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതായത് കാശ്മീരി മുളക് പൊടി. ഞാൻ 5 ടീസ്പൂൺ, വലിയ ടേബിൾ സ്പൂണാണ് അത്. 5 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വിനീഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ആഡ് ചെയ്യണേ. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം വിനീഗറൊക്കെ ഇടുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പും കൂടി വേണം. ഇനി കുറച്ചായിട്ട് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. മീൻ നന്നായി വറുത്തെടുക്കണേ. അതിൽ മീനിലുള്ള ജലാംശമൊക്കെ പോകണമെന്നാണ് പറയാറ്. അപ്പോൾ ആ മീനൊക്കെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് കുറുകി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബൈ.